ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് വിമിത. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിക്കാഹിൻ്റെയും ഡാൻസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണണേ. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കയറി ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി കേട്ടോ. ഞാൻ പപ്പായ കേട്ടോ എടുത്തിട്ടുണ്ട്. അതവിടെ വേറെ ഏതോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പപ്പായാണ് എടുത്തത്. ഞാനൊന്ന് കുടിച്ചത് കഴിഞ്ഞപ്പോൾ അടുത്തത് വേറെ ഏതോ ഇല്ല കേട്ടോ, ബദാം മിൽക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂട് കൊടുക്കാനൊക്കെ കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിൽ കയറാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ക്യാമറ കണ്ടപ്പോൾ വെറുതെ ഒരു ഹൈ കാട്ടിയെന്നുള്ളൂ കേട്ടോ ഗൈസ്. ക്യാമറ കാണുമ്പോൾ വെറുതെ ഒരു ഹൈ കാട്ടണം എന്നല്ലേ ഉണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ എല്ലാവരും പാടെ നിന്ന് വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ പിന്നെ ആർത്തും ഉണ്ടൊന്നുമില്ല, ഉണ്ടായിരുന്നും പോയില്ല. ഞാൻ ഇൻ്റർവെട്ടൊന്നുമല്ല കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടു. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. നേരിട്ട് കാണുമ്പോൾ ഇതിൽക്കും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടു. ഈ ഡാൻസിൻ്റെ പേരെന്താ? സൂഫി ഡാൻസ് ആണ് തോന്നുന്നു. ഒരേ മാതിരിയാണ് കേട്ടോ അവർ കളിക്കണത്. എന്ത് രസമാണെന്ന് അറിയാം. എന്തായാലും നിങ്ങൾ തന്നെ ഇത് കണ്ടു നോക്ക്. എന്തായാലും അതൊരു അടിപൊളിയായിരുന്നു അല്ലേ ഗൈസ്. വീഡിയോയിൽ കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട്, നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഒരേ മാതിരി കളിക്കുമ്പോൾ അവർ ഒരേ മാതിരി കളിക്കണല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. നല്ലൊരു ഡാൻസായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വെറുതെ അവിടെ പാട്ടൊക്കെ വെച്ചപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ കൈകൊട്ടി പാട്ടുപാടി ഇരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. കഴിഞ്ഞപ്പോൾ പിന്നെ വിശക്കൽ തുടങ്ങിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ വെറുതെ നോക്കി നമ്മൾ ഭംഗിയുണ്ടോന്നൊക്കെ വെറുതെ നോക്കിയതാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണായിരിക്കും ഞാൻ ഈ ഒരു സ്ഥലം കണ്ടു ഗൈസ്. വെറുതെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. എവിടെ നിന്ന് നോക്കിയാലും ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നുണ്ട്. നമുക്ക് എവിടെയും സ്ഥലം കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഇരിക്കാൻ. നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ കിട്ടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഗൈസ്. അടുക്കള ഞാൻ വെറുതെ കാണിച്ചു എന്നുള്ളൂ. പിന്നെ ഈ ഒരു കാഴ്ച ഗൈസ്, ചിക്കൻ പൊരിച്ചിട്ട് ഇങ്ങനെ ലൈവായിട്ട് നിങ്ങൾ കണ്ടതാണ് ഇപ്പോൾ. ശേഷം പിന്നെ മന്തിയായിരുന്നു കേട്ടോ ഫുഡ്. നല്ല കച്ചമ്പറും ചിക്കനും നല്ല അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കണ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. താത്തിൻ്റെ അടുത്ത് എന്തൊക്കെയോ വർത്താനമൊക്കെ പറയണ്ടായിരുന്നു. ഞാനൊക്കെ പറഞ്ഞ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് അവർ വെള്ളമൊക്കെ കൊണ്ടുവന്നു തന്നു കേട്ടോ ഗൈസ്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വെറുതെ ഇതൊക്കെ എടുത്തു എന്നുള്ളൂ കേട്ടോ, വെറുതെ എടുത്താണ്. പിന്നെ ഈ ഒരു അച്ചാറുണ്ടോ, മറ്റേ ഈത്തപ്പഴച്ചാർ എന്നാണ് പറഞ്ഞത്. എന്ത് അച്ചാറാണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വെറുതെ ഇരുന്ന് കഴിക്കാൻ തോന്നുന്നു, അത്രയും ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഈ മുഖം മാത്രം എടുക്കണത് വെറുതെ എടുത്താണ് കേട്ടോ ഫുഡ് കഴിക്കണത്. പിന്നെ ഇത് പിന്നെ മിസ്ബു അവിടെ നിന്ന് ഫുഡ് കഴിക്കണതാണ് കേട്ടോ. നല്ല അതിലിങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ ആദ്യം കഴിഞ്ഞു ഗൈസ്. ഇത് അച്ഛൻ്റെ താത്താനും കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ കൈ കഴുകാനൊക്കെ പോയി. പിന്നെ കൈ കഴുകിയിട്ട് നമ്മൾ നേരെ മേലേക്ക് പോയിട്ടോ. മേലേക്ക് പോയിട്ട് വെറുതെ അവിടെ നിന്നപ്പോൾ ഇത് ഞാൻ ആദ്യം കാണിച്ചതാണ്, വെറുതെ കാണിച്ചു തോന്നുന്നു കേട്ടോ ഗൈസ്. പുഴയൊക്കെ ഉണ്ട് തോന്നുന്നു അവിടെ. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് വെറുതെ എടുത്തു എന്നുള്ളൂ. നല്ല മഴക്കാറുണ്ട് കേട്ടോ ഗൈസ്, നല്ല മഴക്കാറുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരു വാർത്ത കേട്ടത്, ഐസ്ക്രീം ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ഓടി. ഐസ്ക്രീം ഉണ്ടാവും എന്നറിയാം. ഞങ്ങൾ ആദ്യം കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടെ ഓടി.
അപ്പോഴാണ് ഗൈസ് അവിടെ പായസം. അത് ഏത് പായസം? പാലട പായസം. പിന്നെ നമ്മൾ കുടിക്കാതിരിക്കുകയോ? ഞാൻ നേരെ മേടിച്ച് കുടിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്. അല്ല, പാലട പായസത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവൂല അതിൻ്റെ ടേസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം പാലട പായസം കേട്ടോ. നിങ്ങൾക്ക് ഏതാണെന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കണ്ടത്. അവിടെ കുനാഫയൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല ഗൈസ്. പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു കൊണ്ട് നമുക്ക് ഇപ്പോഴൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി നിന്നു തിരക്കൊഴിയുമ്പോൾ വെച്ചിട്ട്. പക്ഷെ തിരക്കൊഴിയണില്ല. അതുകൊണ്ട് നമ്മൾ ഉന്തിത്തള്ളി കയറി ഐസ്ക്രീം മേടിക്കാനുള്ള നിൽക്കലാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും അങ്ങനെ വരി നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. വരി നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാവരും പാടെ അങ്ങനെ ഉന്തി കയറി നിൽക്കുകയാണ്. ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കയറി നിന്നു. കുറേ കൈമ ഇങ്ങനെ പിടിച്ച് നിന്നു. പക്ഷേ അവർ തരണ്ടേ വിചാരിച്ചാൽ എല്ലാവരും പാടെ അങ്ങനെ പാത്രം ഇങ്ങനെ കൈ നീട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഒടുവിൽ നമുക്കത് കിട്ടി ഗൈസ്. കിട്ടിയപ്പോൾ അത് തിന്നാൻ സമാധാനം വേണ്ടേ? എല്ലാവരും പാടെ എടിക്കൊരെണ്ണം മേടിച്ചിട്ട് വരി അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും സ്പൂണാണെങ്കിലും വേറെയുള്ളതാണെങ്കിലും എല്ലാവർക്കും ഞാൻ അങ്ങനെ മേടിച്ചു കൊടുക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ എനിക്ക് കഴിക്കാനുള്ള സമയം കിട്ടി. അവിടെ പോപ്കോൺ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേനും പോപ്കോൺ കഴിഞ്ഞിരിക്കണം. ഞാനത് കഴിക്കുകയാണ് ഗൈസ്. സമാധാനത്തോടെ ഇരുന്ന് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഐസ്ക്രീം അതും കൂടിയിട്ടാണ് കേട്ടോ കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ആൾക്കൂട്ടം. എന്താ നോക്കുമ്പോണ്ട് അവിടെ പിന്നെ പോപ്കോൺ വന്നു ഗൈസ്. അപ്പം ഞാൻ പോപ്കോൺ മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. അവിടെയും തന്നെ ഇരുന്ന അവസ്ഥ. നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്ക് കഴിഞ്ഞിട്ട് പോകാച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറി നിന്നു കേട്ടോ. അതിനപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ പോയി നിന്നു കേട്ടോ. അവിടെ പോയി നിന്നപ്പോൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ പോയി നിന്നിട്ട് ഇത് വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ കാണാൻ. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് വെറുതെ പോപ്കോൺ കഴിക്കുകയായിരുന്നു കേട്ടോ. ഞാനും തത്തിമാടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ പോപ്കോൺ കഴിക്കുകയായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ താത്തയുടെ അടുത്ത്. പിന്നെ നമ്മൾ ആ പോപ്കോണൊക്കെ അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കുക. അവിടെ എപ്പോഴും ലൈനാണ് കേട്ടോ ഗൈസ്. പിന്നെയും ഞാൻ ഒരു വട്ടം കൂടിയും പോയി മേടിച്ചു ഗൈസ് കുനാഫ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ താത്താക്കും വേണം പറഞ്ഞു. ഞാൻ താത്താക്കും മേടിച്ചെടുത്തു. നിസ്മിൻ്റെ ഒക്കെ അവസ്ഥ 2 കയ്യിലും പോപ്കോൺ ഏതാ തിന്നണ്ടെന്ന് അറിയാതിരിക്കുക. പിന്നെ നമ്മൾ നേരെ മേലക്ക് പോയി. ഞാൻ ഒരു പോപ്കോൺ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ സെബിമാൻക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ പിന്നെ വെറുതെ നിൽക്കായിരുന്നു കേട്ടോ അവിടെ ബാക്കിയുള്ളതൊക്കെ കണ്ടിട്ട്. പിന്നെ നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.